അപ്പോൾ നമ്മള് പുഴയ്ക്ക് കുളിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു കായ കിട്ടി മരത്തുമെന്ന്, വള്ളിമണ്ടാണ് കായാണ്. അപ്പോൾ അത് എന്താ പറയാ, ആദിവാസികളൊക്കെ ഈ പണ്ടുള്ള കാലത്ത് ചുട്ടു നിന്ന കായാണ്. അപ്പോൾ അത് കുറച്ച് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി പറിക്കട്ടെ. ഇതിന്മേ വള്ളി ഉണങ്ങിയിട്ടുണ്ടാവുകൊണ്ട് കാണില്ല. അതിൻ്റെ മുഴക്കൊന്ന് കാണിച്ചെടുത്താണ്. വള്ളി ഇലയൊക്കെ ഉണങ്ങിയിട്ട് കാണില്ല. അപ്പോൾ ഇത് ചുടാണ് കേട്ടോ. അതിന് ചൂടാൻ വേണ്ടിയിട്ട് തീ പിടിപ്പിച്ചിക്കണ്. കുറച്ചും കൂടി പറിച്ചെടുക്കട്ടെ. ഇത്രയും കിട്ടിയിരിക്കണ്, ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചുട്ട് അവരൊക്കെ കഴിക്കുമ്പോൾ മെല്ലെ വെക്ക്. വള്ളിമന്ന് പറിച്ചിട്ട് ആ കായ ഇതിൽ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കടലിൽ കടന്ന് വേവണം. വെന്താൽ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കോട്ടപ്പുഴയിൽ ഇടക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദിവാസി കുഞ്ഞാണിയാക്ക പിന്നെ തീ ഉഷാറാക്കുകയാണ്. രണ്ട് ആദിവാസികൾ വന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനും കുഞ്ഞാണിയാക്കി. അപ്പൊ നമ്മളെ സംഭവം വെന്തിക്കണ് കേട്ടോ. അപ്പൊ നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. വെന്തിക്കണ് തോന്നുന്നുണ്ട്. അപ്പൊ ഒന്നിട്ടിട്ട് നമുക്കൊന്ന് നോക്കട്ടോ വെന്തോന്ന്. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് തൊലി കളഞ്ഞങ്ങാണ്ടാണ് തിന്നുക. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ തിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ല വെന്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് വല്ല ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. കുഞ്ഞാനേക്കാടൊന്ന് ഉണങ്ങി നോക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുതോക്കി എടുത്തളി, വലുതായാലും കടന്നു. ആ വലുതൊന്നും എടുത്തോക്കാണി. അതിന്റെ അപ്പുറത്തത് അത് നാലും വേവേ വെന്തിക്കണേ. അതിന്റെ ഒരു സൈഡ് ആയിട്ടില്ലെങ്കിലും വെന്തേന്നു. ഇടുക്കി ഒന്ന് ഇടുക്കി, അല്ലെങ്കിൽ ചൂടാറാൻ മാറ്റിയേക്ക്. ലാസ്റ്റ് ഒന്നിച്ച് പൊട്ടിക്കാം. വെന്തിട്ടുണ്ട് മൊത്തം. സൂപ്പർ ആയിട്ടുണ്ട്. ഒക്കെ തോണ്ടിട്ടത് നല്ല ചൂടാതെ, നല്ല ചൂടുണ്ട്. അതാ പോണത് പോണ് എടുത്തേ. ഇത് വല്ല ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടന്നോട്ടെ. പോകാൻ നേരത്തെ നമുക്ക് ഇവിടെ വൃത്തിയാക്കി പോകാം. കാരണം നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാനുള്ളതാവും. കല്ല് നല്ല ചൂടാവൂലേ. ഇത്രയും കിട്ടിയിട്ട് നമുക്ക് അത് അങ്ങനെ പൊളിക്കല്ല, തോല് കളയണം. നല്ല ചൂടല്ലേ. ചൂടുണ്ടോ ആദിവാസിയെ? നല്ല സൂപ്പറാണ് അല്ലേ. നല്ല പൊടിയുണ്ട്, നല്ല പൊടിയുണ്ട്.
അപ്പം നല്ല ഐഡിയ അങ്ങനെ കിട്ടാൻ മതി. ഇഷ്ടം പോലെ ഇപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ്. നല്ല പൊടിയാന്നില്ലേ. ആ വലിയ കിഴങ്ങൊന്ന് പൊട്ടിച്ചാണി ഒന്നിച്ച് നമുക്ക് വൃത്തിയാക്കാടെ. കണ്ടോ ഇതിന്റെ ഉള്ളില് കണ്ടോ നല്ല നല്ല. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇതെന്താ കിഴങ്ങ്? ആദിവാസികളല്ല, നമ്മൾ തന്നെ ഇഷ്ടം പോലെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു തിന്നുന്ന ഒരു സാധനമാണ്. നമ്മളിത് പുഴുങ്ങും, പക്ഷെ അവരിത് ചുടും. ഇപ്പൊ അവരും തന്നെ പുഴുങ്ങിയൊക്കെ കഴിക്കാൻ തുടങ്ങിട്ടോ, നമ്മൾ മാത്രമൊന്നുമല്ല. ഇങ്ങോട്ട് എത്തിക്കോട്ടെ. ആ പൊട്ടി തിന്നോളി. ഇതാവത്ത് നിന്നട്ടെ. അപ്പോഴേ നമ്മള് കുട്ടിക്കാലം തൊട്ടേ ഇവിടെ വരുന്ന നമ്മളെ കുട്ടിയാകുമ്പോഴേ വന്ന് വരുന്ന പുഴയാണ് നമ്മളെ കോട്ടപ്പുഴ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെയൊന്നും കാട്ടലില്ല. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാലോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാട്ടുന്നത്. മറ്റേ ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വേഗം പോകാനാണ്, വീഡിയോ എടുക്കലൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഈ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.